ഇപ്പോൾ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കമാൽ പാഷ സാർ നമ്മളോടൊപ്പമുണ്ട്. കമാൽ പാഷ സാർ, ഇത് ഇപ്പോൾ നേരത്തെ ഈ അഭിഭാഷക അസോസിയേഷനിലെ ഒരു വിഭാഗം ഈ വിധി ചോർന്നു എന്ന നിലയിൽ ഊമക്കത്ത് ലഭിച്ചതായും അതിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ഈ കേസിലെ വിധിയിലെ പരാമർശങ്ങൾ ഊമക്കത്തായി പ്രചരിച്ചതിൽ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ബൈജു പൗലോസ്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഗോപീഷ്ണൻ, അത് എനിക്കും കിട്ടിയ കത്താണ്. 33 പേർക്ക്, ഞാൻ മനസ്സിലാക്കിയത് 33 പേർക്ക് ഈ കത്ത് അയച്ചിട്ടുണ്ട്. പോസ്റ്റ് ചെയ്തേക്കുന്നത് സ്പീഡ് പോസ്റ്റിലാണ്. അപ്പോ ഒരാൾ തന്നെ 33 പേർക്ക് എഴുതി അയക്കുകയാണത്. അത് എനിക്ക് 4-ാം തീയതിയാണ്, അതായത് ഇപ്പൊ 2-ാം തീയതി ഡേറ്റ് വെച്ചുള്ള കത്ത് ഇവിടെ എനിക്കിപ്പോ കിട്ടിയത്. ഇവിടെ പോസ്റ്റ് ഓഫീസ് വന്നേക്കുന്നത് 4-ാം തീയതിയാണ്, എടപ്പള്ളി പോസ്റ്റ് ഓഫീസിൽ എന്ന് പറയുന്ന. ഇപ്പൊ 8-ാം തീയതി ജഡ്ജ്മെന്റ്, 4-ാം തീയതി ഇതിന്റെ വിവരം വെളി പോവുക എന്ന് പറയുമ്പോൾ അത് വളരെയധികം നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ജഡ്ജ്മെന്റ് അത് ആ കൺവിക്ഷന്റെ കാര്യം വളരെ കറക്റ്റായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പം പലരും നാല് പ്രതികളെ ശിക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും ഓരോ സ്പെക്കുലേഷൻ നടത്തുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ ഇതിനകത്ത് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് കൺവിക്ട് ചെയ്യുമെന്നും ബാക്കിയുള്ള പ്രതികളെ വെറുതെ വിടും, ഇന്നാരെ വെറുതെ വിടും എന്നും ആണ് അതിൽ കാണിച്ചേക്കുന്നത്. ആ ജഡ്ജ്മെന്റ് വന്നപ്പോഴാണ് ഞാനത് ഞെട്ടിപ്പോയത്. കാരണം ഇത് ഒരേ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജുഡീഷ്യറിയിൽ ഉള്ള ആ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ്. ഇത് എങ്ങനെ പോയി, എങ്ങനെയാണ് ഇത് വെളിയിലായത്, ഇത് ചോർന്നത് എന്നുള്ളതിനെ കുറിച്ച് യഥാർത്ഥത്തിൽ അന്വേഷിക്കണം എന്ന് പറയുന്നത് ശരിയായ വിഷയമാണ്. അത് യശ്വന്ത് ഷെണായി, ഈ ഹൈക്കോർട്ട് അസോസിയേഷൻ, അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് യഥാർത്ഥത്തിൽ അത് ചോദിച്ചു. അത് നല്ല കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷെ അയാളോടൊപ്പം നിൽക്കാൻ ആ കമ്മിറ്റി തയ്യാറാകുന്നില്ല എന്ന് പറയുന്നതിന്റെ സാങ്കത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് യഥാർത്ഥത്തിൽ ഈ ജഡ്ജിക്കെതിരെ ഒന്നും അല്ല ചോദിച്ചേക്കുന്നത്, ജഡ്ജിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടൊന്നും അല്ല. പക്ഷെ ഇതെങ്ങനെ വെളിപ്പോയി എന്നുള്ളത് അറിയാൻ യഥാർത്ഥത്തില് അവകാശമില്ലേ. അപ്പൊ അതിപ്പോ അത് ഈ അതിന്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ തന്നെ ചോദിച്ചേക്കുന്നെന്ന് പറയുമ്പോൾ ആവശ്യമുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അന്വേഷണം നടത്തണം, ശരിയായിട്ട് അന്വേഷിക്കണം, ആ വിവരം വെളിയിൽ വരണം. കമാൽ പാഷ സാർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അതായത് താങ്കൾക്ക് ഏത് അളവിൽ അത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. താങ്കൾക്ക് കിട്ടിയിരിക്കുന്ന ഊമക്കത്തും മറ്റ് 31 പേർക്ക് കിട്ടിയിരിക്കുന്ന ഊമക്കത്തിലെയും ഉള്ളടക്കം ഒന്ന് തന്നെയാണ് എന്ന് താങ്കൾ ഉറപ്പിച്ചിട്ടുണ്ടോ? പിന്നെ രണ്ടാമത് 6 പേർക്ക് ശിക്ഷ, 4 പേരെ വെറുതെ വിടും എന്ന് മാത്രമായിരുന്നോ അതിൽ പറഞ്ഞത്? അതോ വിധിപ്പകർപ്പിലെ മറ്റെന്തെങ്കിലും ഭാഗങ്ങളെ കുറിച്ചുള്ള സൂചന ആ കത്തിലുണ്ടായിരുന്നോ? അത് വേറെ കുറെ കാര്യങ്ങൾ അത് മുഴുവൻ വായിച്ചാലേ അത് പറയാൻ പറ്റുള്ളൂ. ഒറ്റ പേജുള്ള കത്താണ്. യഥാർത്ഥത്തില് ഇതിപ്പോ ഞാൻ പരിശോധിച്ചപ്പോ ഈ യശ്വന്ത് ഷെണായിക്ക് കിട്ടിയ കത്ത് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു വ്യത്യാസമില്ല. ഇനി ബാക്കിയുള്ള ആളുകൾക്ക് ഏതാണെന്ന് എനിക്കറിയില്ല, ഏതൊക്കെയാണെന്ന്. പക്ഷെ എന്നാലും ഞാൻ ഇതിന്റെ പുറകെ ഒന്ന് അന്വേഷിച്ച് മനസ്സിലാക്കിയതാണ് ഈ 33 പേർക്ക് ഇത് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. ഞാൻ ആദ്യം ഇത് കളഞ്ഞതാണ്. പക്ഷെ ഈ ശിക്ഷ വരുമ്പോഴാണ് ഞാൻ ഇതെടുത്ത് നോക്കിയത്. നോക്കുമ്പോ ബാക്കി അത് അന്നേരം ഞാൻ ഞെട്ടിപ്പോയത്. അതിനു മുമ്പ് ഞാനിത് ഒട്ടും ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു കാര്യം, ഇതുപോലെ പല ഊമക്കത്തുകളും വരും, ഊമക്കത്തിന്റെ പുറകിലൊന്നും നമ്മൾ നടക്കുകയില്ല, അങ്ങ് കളയേണ്ടതാണ്. അങ്ങ് എടുത്ത് കളഞ്ഞു. അപ്പൊ പിന്നെ മനസ്സിലാവുന്നത് ഇത് ഇത്രത്തോളം ഇതിനകത്ത് ഇങ്ങനൊരു ആക്സിഡന്റൽ കോയിൻസിഡൻസ് എന്നത് പറയാൻ പറ്റുന്നില്ല. കാരണം ഇത് ചുമ്മാ ഒരു സ്പെക്കുലേഷനിൽ ഒരാൾ സ്പെക്കുലേറ്റ് ചെയ്ത് എഴുതിയായിട്ട് അത് കണ്ടാ തോന്നുന്നില്ല. കാരണം ഇത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് അതുപോലുള്ള കാര്യങ്ങൾ അതിലുണ്ട്. അതിലെ വിവരങ്ങളും ഒക്കെ അതിനകത്തെല്ലാം കാര്യമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു പേജേ ഉള്ളൂ, പക്ഷെ സംഭവം ഇതാണ് എഴുതിയേക്കുന്നത്. കമാൽ പാഷ സാർ, ഇതിൽ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ പരിശോധന ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവിക്കാണ്, DGPക്കാണ്. അങ്ങനെയാണോ അതിന്റെ പ്രൊസീജിയർ? അതല്ല കോടതി മുഖാന്തരം ഈ വിഷയം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? കോടതി മുഖാന്തരവും കൊണ്ടുപോകുന്നതാണ്. യഥാർത്ഥത്തിൽ കോടതി തന്നെ ഒരു അന്വേഷണം നടത്തിക്കേണ്ടതാണ് എന്റെ അഭിപ്രായത്തിൽ. അത് ഹൈക്കോടതി ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഹൈക്കോടതിയുടെ വിജിലൻസ് വിങ് അത് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് ചെയ്യട്ടെ, നല്ലതാണ്. എന്തായാലും അന്വേഷണം ആരായാലും എക്സോർവൈ ചെയ്ത് അന്വേഷണം വേണം. ഇതിന്റെ കാര്യം പുറത്തോട്ട് കൊണ്ടുവരണം. ഇതെങ്ങനെ പോയി എന്നുള്ള വിവരം അറിയണം. ഞാൻ പറഞ്ഞില്ലേ ഗോപീഷ്, ഇതൊരിക്കലും നമുക്കൊരു ആക്സിഡന്റിലായിട്ട് അല്ലെങ്കിൽ ഒരു സ്പെക്കുലേഷനിൽ മാത്രം എഴുതിയതായിട്ട് കണ്ടിട്ട് തോന്നുന്നില്ല. കാരണം ഇത് അത്ര കറക്റ്റായിട്ടാണ് ഈ വിവരം എഴുതിയിരിക്കുന്നത്. അതായത് ഒരു ജഡ്ജി ആയിരുന്ന വ്യക്തി എന്ന നിലയിൽ കമാൽ പാഷ സാർ സംശയിക്കുന്നത് ഈ വിധിപ്പകർപ്പിന്റെ വിശദാംശങ്ങൾ അപ്പാടെ ചോർന്നു പോയിട്ടുണ്ടാകണം. അതല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര കൃത്യമായിട്ട് ഒരാൾക്ക് എഴുതാൻ കഴിയില്ല, എഴുതാൻ പറ്റത്തില്ല, ഉറപ്പാണ്. ഇത് ചിലപ്പോ ഇനി അത് അങ്ങ് ഊഹിച്ചെഴുതിയാന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അത് കണ്ടിട്ട് ഊഹാപോഹമായിട്ട് തോന്നുന്നില്ല. ആ ലെറ്റർ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.
എനിക്കത് തോന്നുന്നില്ല. കാരണം അത് ഒരു വെറും സ്പെക്കുലേറ്റ് ചെയ്ത് എഴുതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിനി എങ്ങനെ അത് വെളിയിലായി എന്നുള്ളതിനെ കുറിച്ച് നിർബന്ധമായിട്ടും അന്വേഷിക്കേണ്ടതാണ്. ഒരൊറ്റ കാര്യം കൂടി കമാൽ പാഷ സാർ, മറ്റ് 32 പേർ ഏത് സമൂഹത്തിന്റെ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് എന്ന് താങ്കൾക്ക് അറിവ് കിട്ടിയിട്ടുണ്ടോ? അതായത് അഭിഭാഷകർ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ, നിയമജ്ഞർ, ഈ വിഭാഗത്തിൽപ്പെടുന്നവരാണോ അതോ രാഷ്ട്രീയക്കാരൊക്കെ ഉൾപ്പെടുന്നവരാണോ? അറിയുമോ? രാഷ്ട്രീയക്കാർക്കൊന്നും അല്ല, എല്ലാം ജഡ്ജിമാരാ. ഉള്ള കാര്യം പറയാമല്ലോ, പറയാതിരിക്കുന്ന അർത്ഥമില്ല. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ജഡ്ജിമാരാണ് എന്നുള്ളതാണ്. അപ്പൊ ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതെ, ഗൗരവമുള്ള വിഷയമാണ് അത്, പ്രത്യേകിച്ചും ഇങ്ങനെ ആയപ്പോ. ശരി, വളരെയധികം നന്ദി. ജസ്റ്റിസ് പി കമാൽ പാഷ സാർ ആണ് നമ്മളോട് സംസാരിച്ചത്. 33 പേർക്ക് ഒരേ സ്വഭാവത്തിലുള്ള ഊമക്കത്ത് ലഭിച്ചിട്ടുണ്ട്. എല്ലാത്തിന്റെയും ഉള്ളടക്കം ഒന്നാണ്, ഒറ്റ പേജിലാണ് വിവരങ്ങളൊക്കെ ഉള്ളത്. 6 പേർ ശിക്ഷിക്കപ്പെടും, 4 പേരെ വെറുതെ വിടും എന്ന ഈ വിധിയിലെ ഏറ്റവും സുപ്രധാനമായ ആ ഉള്ളടക്കം, ആ ഭാഗം വിശദീകരിച്ചുകൊണ്ടാണ് ഈ ഊമക്കത്ത് വന്നിരിക്കുന്നത്. നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കാണ് ഈ ഊമക്കത്ത് ലഭിച്ച മറ്റ് 32 പേരും. അതുകൊണ്ട് ഇതിലൊരു അസ്വാഭാവികതയുണ്ട്. സ്വാഭാവികമായും ഈ കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ ബൈജു പൗലോസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവിയോട് ഈ വിഷയത്തിൽ അന്വേഷണം വേണമെന്നതാണ്. കോടതി മുഖാന്തരവും ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്താം. ഹൈക്കോടതിയുടെ വിജിലൻസ് വിഭാഗവും ഒക്കെ ഒരുപക്ഷെ ഈ കാര്യത്തിൽ ഇപ്പോൾ തന്നെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടാകാം എന്ന ഒരു സൂചന കൂടി ജസ്റ്റിസ് കമാൽ പാഷ സാർ സംസാരിച്ചപ്പോൾ നൽകിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.